റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി. ധ്യാനം അഥവാ മെഡിറ്റേഷൻ മനുഷ്യന് സർവ്വഗുണങ്ങളും നൽകുന്ന പരിശീലനമാണ്. അത് മനുഷ്യൻ്റെ അകക്കണ്ണ് തുറപ്പിക്കും, മനസ്സിൻ്റെ വിശാലതയിലേക്ക് ശരീരത്തെ നയിക്കുകയും ചെയ്യും. നോമ്പുകാലം ധ്യാനത്തിൻ്റേതാണ്. മനസ്സും വപുസ്സും വജസ്സും ദൈവത്തിങ്കിൽ അർപ്പിച്ച് ധ്യാനിയാവുക. അത് മനസ്സിനെ മാലാഖമാരിലേക്ക് ഉയർത്തും. എല്ലാ മതങ്ങളും ധ്യാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഋഷിവര്യന്മാരും പ്രവാചകന്മാരും ധ്യാനം ഒരു ശീലമാക്കിയിരുന്നു. ബുദ്ധനും ക്രിസ്തുവും കൃഷ്ണനും മുഹമ്മദ് നബിയും ധ്യാനത്തിലൂടെ തന്നെയാണ് പ്രബുദ്ധരായത്. ആത്മാവിനെ ബ്രഹ്മവുമായി ലയിപ്പിക്കുന്നതിനുള്ള കർമ്മമാണ് ധ്യാനം. ബ്രഹ്മാവിനോട് ആത്മാവ് അടുക്കുമ്പോൾ അത് മോക്ഷത്തിലേക്ക് നയിക്കും. ഹിന്ദുധർമ്മത്തിലെ ധ്യാനം ധാരണ സമാധി എന്നതും ബുദ്ധമതത്തിലെ ധ്യാനം ഭാവന സമാധി എന്നതും ഒന്നു തന്നെയാണ്. സൂഫികളുടെ മുറാഖബയും മുജാഹദയും ഇതേ ആശയങ്ങൾ തന്നെയാണ് തരുന്നത്. മുഹമ്മദ് നബി ഹിറാഗുയിൽ ധ്യാനമനുഷ്ഠിച്ചപ്പോഴാണ് അവിടുന്ന് പ്രബുദ്ധനാവുന്നത്. ഏകാഗ്രമായ ധ്യാനത്തിന് ഖൽവത്ത് എന്നാണ് സൂഫികൾ പറയുന്നത്. ഇസ്ലാം ധർമ്മത്തിലെ നിസ്കാരങ്ങളും പ്രാർത്ഥനകളും മനസ്സിനെയും ശരീരത്തെയും സംസ്കരിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. ദൈവനാമം ജപിച്ചുകൊണ്ട് ആന്തരിക ബുദ്ധി കൈവരുത്താൻ നബി നിർദ്ദേശിക്കുന്നു. നാമജപത്തിന് ദിക്ർ എന്ന് പറയും. ധ്യാനം അഥവാ മെഡിറ്റേഷൻ മനുഷ്യന് സർവ്വഗുണങ്ങളും നൽകുന്ന പരിശീലനം തന്നെയാണ്. ഇസ്ലാം ധർമ്മത്തിലെ നിസ്കാരങ്ങളും പ്രാർത്ഥനകളും മനസ്സിനെയും ശരീരത്തെയും സംസ്കരിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. ദൈവനാമം ജപിച്ചുകൊണ്ട് ആന്തരിക ബുദ്ധി കൈവരുത്താൻ നബി നിർദ്ദേശിക്കുന്നു. ഇതാണ് മെഡിറ്റേഷൻ്റെ ഏറ്റവും ചെറിയ രൂപം. 5 നേരമുള്ള നിസ്കാരം നബി നിർദ്ദേശിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ മെഡിറ്റേഷനാണ്. സ്വത്വത്തെ ദൈവത്തിന് സമർപ്പിക്കുന്ന പ്രതിജ്ഞയോടെയാണ് നിസ്കാരം തുടങ്ങുക. പിന്നീട് കൈകൾ നെഞ്ചത്ത് വെച്ച് മനസ്സിനെ ദൈവത്തിങ്കൽ സമർപ്പിക്കുന്നു. പിന്നെ കുമ്പിട്ടും സാഷ്ടാംഗം ചെയ്തും പലതവണ ദൈവമാഹാത്മ്യം ജപിച്ച് അല്പനേരം ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നു. അറിയുവിൻ, ദൈവസ്മരണയിൽ മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തി അടയുന്നത്. വിശ്വാസികളെ, അള്ളാഹുവിനെ ഏറ്റമേറ്റം സ്മരിക്കുവീൻ. രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിച്ച് കൊണ്ടിരിക്കുവീൻ. അവൻ നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് തുടങ്ങിയ ഖുർആനിക വചനങ്ങൾ മെഡിറ്റേഷൻ്റെ പ്രാധാന്യമാണ് ദ്യോതിപ്പിക്കുന്നത്. മെഡിറ്റേഷന് സൂഫികൾ വിവിധ ഘട്ടങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് പശ്ചാത്താപം അഥവാ തൗബ. താൻ ചെയ്ത പാപങ്ങളെ ചൊല്ലി ദൈവത്തോട് നിരന്തരമായ ക്ഷമ യാചിച്ചുകൊണ്ട് മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കലാണ് പശ്ചാത്താപം. ദൈവസാക്ഷാത്കാരത്തിന് പശ്ചാത്താപം കൂടിയേ തീരൂ. ഇതുവഴി മനുഷ്യന് മെല്ലെ മെല്ലെ വിനയാന്വിതനാകാൻ കഴിയും. മനസ്സ് സദ്ഗുണങ്ങൾ ആർജിക്കും. പാകപ്പെട്ട മനസ്സുകൾ സമൂഹത്തെ സഹായിക്കാൻ സജ്ജമായി തീരും. അതാണ് പ്രവാചകന്മാരും ഋഷിവര്യന്മാരും അവരുടെ പ്രബോധനത്തിന് മുമ്പായി ധ്യാനത്തിലൂടെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കുന്നത്. സ്വാർത്ഥതയും നിരാശയും ഇതോടെ ഇല്ലാതാവും. ആത്മീയാഭ്യാസങ്ങളുടെ ഉന്നത ലക്ഷ്യം ജനസേവനമാണെന്ന് സൂഫികൾ വിശ്വസിക്കുന്നു. ഭക്തിയുടെ ഉന്നതമായ രൂപം ഏതാണെന്ന് ഒരിക്കൽ പുണ്യവാളനായ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയോട് ഒരു ഭക്തൻ ചോദിച്ചു. അതിന് ചിശ്തി ഇപ്രകാരം മറുപടി പറഞ്ഞു: ഭക്തിയുടെ ഉന്നതമായ രൂപം ദുഃഖിതരുടെ കഷ്ടമകറ്റലും അശരണർക്ക് ശരണമാവലും വിശന്നവനെ അന്നമൂട്ടലുമാണ്. വേദാന്തപ്രകാരം മുക്തി സാധ്യമാവുന്നത് ദൈവജ്ഞാനത്തിലൂടെയാണല്ലോ. ഇത് കരസ്ഥമാക്കുന്നതോ ധ്യാനത്തിലൂടെയും. ധ്യാനത്തിലൂടെ ഭക്തൻ ദൈവത്തെ അനുഭവിക്കുകയാണ്. ധ്യാനത്തിലൂടെ മനസ്സിനെയും ദേഹത്തെയും സൗഹൃദത്തിൽ വരുത്താനും കഴിയും. അപ്പോൾ ബുദ്ധി വിവേകത്തോടെ പ്രവർത്തിക്കും. ധ്യാനത്തിലൂടെ ദേഹത്തിൻ്റെ കഴിവിനപ്പുറത്തേക്ക് മനസ്സ് സഞ്ചരിക്കും. അപ്പോൾ ദൈവികമായ ശക്തി അവനെ ആവാഹിച്ചുകൊള്ളും. ദൈവത്തിങ്കിലേക്ക് അടുത്തു കഴിഞ്ഞാലോ ഭക്തന്റെ കണ്ണും കാതും ദൈവമായി തീരും. അള്ളാഹുവിൽ വിലയം പ്രാപിക്കുന്നവന് ഞാൻ നീ എന്നൊരു വ്യത്യാസമുണ്ടാവില്ല. വിശ്വാസിക്ക് അന്യരോട് വിദ്വേഷം തോന്നേണ്ട കാര്യമില്ല. വിവിധ മതവിഭാഗങ്ങൾ സ്നേഹത്തോടെ കഴിയുന്നതിന് ധ്യാനം നല്ലൊരു മാർഗമാണ്. കാരണം ധ്യാനത്തിലൂടെ മനസ്സിന്റെ വിദ്വേഷങ്ങളെ അകറ്റുകയാണ്. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി.